കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് കൊട്ടാരക്കര മീഡിയ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കര നഗരസഭ നിർമ്മിച്ചിരിക്കുന്ന മോക്ഷകവാടം എന്ന ക്രിമട്ടോറിയത്തിലാണ്. ഇവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാം. മോക്ഷകവാടം നഗരസഭയെ സംബന്ധിച്ച് 2020 ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കൊട്ടാരക്കര നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു മരണം നടന്നാൽ അവരുടെ മൃതശരീരം മതിയാവണ്ണം സംസ്കരിക്കാൻ യാതൊരു സ്ഥല സൗകര്യവും ഇല്ലാതെ നടന്ന ഒരു നല്ല വിഭാഗം നമ്മുടെ കൊട്ടാരക്കര പട്ടണ മേഖലയിലുണ്ട്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ മൃതശരീരത്തിന് ഈ പറഞ്ഞ സംസ്കരിക്കാൻ നമ്മൾ ചെയ്തിരുന്നത് ഇവിടുന്ന് കത്തും കൊണ്ടുപോയി കൊല്ലത്ത് നഗരസഭയുടെ അതിർത്തി, കോർപ്പറേഷൻ്റെ അതിർത്തിയിലുള്ള പോളയത്തോടും മുളങ്കാടകത്തും ഒക്കെയാണ് അത് സംസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2020 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുനിസിപ്പാലിറ്റി ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു ആദ്യത്തെ ഒരു പ്രോജക്റ്റായിട്ട് തന്നെ അത് എടുക്കണം എന്നാണ് തീരുമാനിച്ചത്. നമ്മൾ ഏതാണ്ട് 2022-23 സാമ്പത്തിക വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് നടപ്പാക്കുന്നതിനാവശ്യമായ പ്രവൃത്തിയായി മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടി നിലയിൽ ഇതിൻ്റെ തൊട്ടടുത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇത് നല്ല രീതിയിൽ ചെയ്ത ആറ്റിങ്ങൽ നഗരസഭയിലെ അടക്കം നമ്മൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് കണ്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് നമുക്ക് സംസ്ഥാന ശുചിത്വ മിഷൻ്റെ അടക്കം ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ശുചിത്വ മിഷൻ്റെ അടക്കം ഫണ്ടിങ് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 50 സെൻറ്റ് സ്ഥലം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അപ്പം നമുക്ക് നഗരസഭയ്ക്ക് ആ പ്രദേശത്ത് 50 സെൻറ്റ് സ്ഥലം പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നഗരസഭ തനതായിട്ട് ഈ പദ്ധതി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കിയത്. അത് ഏതാണ്ട് 2024 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒക്ടോബറോടുകൂടി അത് ഉദ്ഘാടനം ചെയ്തതാണ്. ഒക്ടോബർ ആയിരിക്കണം, ഒക്ടോബർ നവംബർ ആ പീരീഡിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ധനകാര്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇതുവരെ എങ്ങാണ്ട് 15-20 അടുപ്പിച്ച് മൃതശരീരങ്ങൾ അവിടെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൊട്ടാരം നഗരസഭയിലെ മാത്രമല്ല തൊട്ടടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. ഉണ്ട്, ഫീസുണ്ട്. ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് കൊട്ടാരക്കര നഗരസഭ അതിർത്തിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ആധാർ കാർഡ് കൊട്ടാരം നഗരസഭ അതിർത്തിയിലാണെങ്കിൽ അവർക്ക് 5000 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിരുന്ന ഫീസ്. അതിൽ ചുമന്ന കാർഡും മഞ്ഞ കാർഡ് BPL അവർക്ക് 4000 രൂപയും നഗരസഭയ്ക്ക് പുറത്തുള്ളവർക്ക് ആണെങ്കിൽ 6000 രൂപയും. ഇങ്ങനെയാണ് ആ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുവരെ അത്തരത്തിലൊരു മൃതശരീരം വന്നിട്ടില്ല. അത്തരത്തിലുള്ള മൃതശരീരം നമ്മൾ സൗജന്യമായി ചെയ്യും. അത് പോലീസിൻ്റെ റിപ്പോർട്ട് വേണമല്ലോ, ഞങ്ങൾക്ക് തനതായിട്ട് ചെയ്യാൻ കഴിയില്ല. പോലീസിൽ നിന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും അനാഥരാണ്, അവർ കാര്യമില്ല അല്ലെങ്കിൽ അത് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ സൗജന്യത്തിൽ കറക്റ്റ് അതൊക്കെ നമ്മൾ സൗജന്യമായി തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40 ലക്ഷം രൂപ പുറത്താണ് ആ കെട്ടിടത്തിനും അതിനുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ, പിന്നെ ചുറ്റുമതിലടക്കം ആ ഭൂമി ലെവലി അടക്കം കുറച്ചധികം പൈസ, ഒരു 50 ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചാണ് നമ്മളത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുമതല നഗരസഭയിൽ നൽകിയിരിക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ വിഭാഗത്തിനാണ്. അതിൽ ക്ലീൻ സിറ്റി മാനേജർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാഫുകളായിട്ട് പ്രവർത്തിക്കുന്ന നഗരസഭയിലെ സാനിറ്ററി വർക്കർമാരെ കുറച്ചുപേരെ അവർ ട്രെയിൻ ചെയ്തു. ഈ കമ്പനി ട്രെയിൻ ചെയ്തിട്ട് ഇപ്പം നിലവിൽ അവരാണ് ആ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഹോളിഡേയ്സിൽ ചെയ്യാൻ കഴിയുന്നില്ല, അതൊരു പ്രശ്നമുണ്ട്. അതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അപ്പോൾ ഹോളിഡേയ്സിൽ ഈ ഉദ്യോഗസ്ഥരില്ല, മരണം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ദീർഘമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം. അപ്പം നമുക്ക് കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഈ മൃതശരീരങ്ങൾ വരുന്നത് കൊണ്ട് ഈ പർട്ടിക്കുലർ ഇത് ടെൻഡർ ചെയ്ത് ലേലം ചെയ്ത് കൊടുത്തിരിക്കുക. പ്രൈവറ്റ് പാർട്ടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ കുറച്ച് കൂടുതൽ ഇത് വന്നെങ്കിൽ ഈ പ്രൈവറ്റ് പാർട്ടി ഇത് എടുക്കത്തുള്ളൂ. പ്രൈവറ്റ് പാർട്ടിയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നഗരസഭ ജീവനക്കാരെ വെച്ച് ഹോളിഡേയ്സിൽ എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുക. അത് ഏപ്രിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വാർഷിക പദ്ധതി എന്തെങ്കിലും അല്ല, അവരെ സഹായിക്കാൻ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് ഏത് വ്യക്തി മരിച്ചോ ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയുടെ കത്താണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവധി ദിവസങ്ങളിൽ ഈ സെക്രട്ടറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധിപൻ, ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ നഗരസഭ എന്ന ചെയർമാൻ, അവരുടെ കത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ സംസ്കരിക്കാൻ ആവശ്യമായ സഹായം ചെയ്യുന്നുണ്ട്.